വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 12 തൊട്ട് 17 വരെയുള്ള വാക്യങ്ങളാണല്ലോ നമ്മൾ ഈ ദിവസങ്ങളിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ പഠനത്തിന് വിധേയമാക്കുന്ന വാക്യം വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം 13-ാമത്തെ വാക്യമാണ്. ആ വാക്യം ഞാൻ വായിക്കുന്നു. അത്തിവൃക്ഷം പെരുങ്കാറ്റ് കൊണ്ട് കുലുങ്ങിയിട്ട് കായ് ഉതിർക്കും പോലെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ ഭൂമിയിൽ വീണു. ആകാശത്തിലെ നക്ഷത്രങ്ങൾ ഭൂമിയിൽ വീഴുമോ എന്നുള്ളതാണ് ഇന്ന് നമ്മൾ പ്രധാനമായി ചിന്തിക്കുന്നത്. ആകാശത്തിലെ സൈന്യമെല്ലാം അലിഞ്ഞു പോകും. ആകാശം ചുരുൾ പോലെ ചുരുണ്ടു പോകും. അതിലെ സൈന്യമൊക്കെയും മുന്തിരിവള്ളിയുടെ ഇല വാടി പൊഴിയുന്നത് പോലെ പൊഴിഞ്ഞു പോകും. അത്തിവൃക്ഷത്തിൻ്റെ കായ് വാടി പൊഴിയുന്നത് പോലെ പൊഴിഞ്ഞു പോകും. യെശയ്യാവ് 34:4. നക്ഷത്രങ്ങൾ ആകാശത്തുനിന്ന് വീഴും. ആകാശത്തിലെ ശക്തികൾ ഇളകിപ്പോകും. മത്തായി സുവിശേഷം 24:29. യഹൂദന് ഈ ആശയം വളരെ ഭയാനകപരമാണ്. എന്തുകൊണ്ടെന്നാൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വിശ്വസ്തതയുടെ സ്പഷ്ടമായ ഉറപ്പായിരുന്നു ആകാശഗോളങ്ങളുടെ തെറ്റിക്കൂടാത്ത പ്രവർത്തനം. നക്ഷത്രങ്ങൾ ഭൂമിയിൽ വീഴും എന്നതിനെ സംബന്ധിച്ച് വേദപഠിതാക്കളുടെ ഇടയിൽ 3 വിധ അഭിപ്രായങ്ങളാണ് ഉള്ളത്. അതിലൊന്ന്, ശൂന്യതയിൽ നിൽക്കുന്ന ഭൂമിയേക്കാൾ 50 മുതൽ 100 മടങ്ങ് വരെ വലുതാണ് നക്ഷത്രങ്ങൾ. അവ ഭൂമിയിൽ വീഴും എന്നല്ല. അവയിൽ ഒന്ന് ഭൂമിയിൽ വീണാൽ ഭൂമി പിന്നെ ഉണ്ടാകത്തില്ല. എരി നക്ഷത്രങ്ങൾ അഥവാ വിൺവീഴ്കൊള്ളികൾ വീഴും എന്നത്രേ. AD 1833 നവംബർ മാസം 13-ാം തീയതി 3 മണിക്കൂർ നേരത്തേക്ക് ഇമ്മാതിരി നക്ഷത്രങ്ങൾ അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ മധ്യഭാഗം മുതൽ പസഫിക് സമുദ്രം വരെ വീണുകൊണ്ടിരുന്നു. ഇത് നിമിത്തം ലോകം അവസാനിച്ചു പോയി എന്ന് ജനങ്ങൾ വിചാരിച്ചു. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ അഭിപ്രായം. വിൺവീഴ്കൊള്ളികളാണ് വീഴും എന്ന് ഇവിടെ ഉദ്ദേശിച്ചത്. രണ്ടാമത്തെ അഭിപ്രായമാണ് വേദപഠിതാക്കൾ കൂടുതലും സ്വീകരിക്കുന്നത്. രണ്ടാമത്തെ അഭിപ്രായം, നക്ഷത്രങ്ങൾ ഭൂമിയിൽ വീഴും എന്നുള്ളത് ഗ്രീക്ക് ബൈബിൾ എടുത്ത് പരിശോധിച്ചാൽ മിറ്റിയേഴ്സ് എന്ന വാക്കാണ് കൊടുത്തിരിക്കുന്നത്. നക്ഷത്രങ്ങൾ പൊട്ടിത്തെറിച്ചുള്ള ഉൽക്കകൾ എന്ന അർത്ഥം. ഇവയാണ് ഭൂമിയിൽ വീഴും എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ പ്രപഞ്ചത്തിലെ സുസ്ഥിരവും തെറ്റിക്കൂടാത്തതുമെന്ന് ചരിത്രാതീത കാലം മുതൽ ബോധ്യമുള്ള എല്ലാം തന്നെ ഇളകിമറിഞ്ഞ് ക്രമം തെറ്റി ഭയങ്കരമായ കുഴപ്പങ്ങളുണ്ടാക്കും. മഹാപീഡനകാലത്ത് ഇത് ചില മണിക്കൂറുകളോ ചില ദിവസങ്ങളോ നീണ്ടു നിൽക്കും. ഏത് നിരീശ്വരനും അന്ന് നിലവിളിക്കും. മൂന്നാമത്തെ അഭിപ്രായം, ആകാശത്തിലെ നക്ഷത്രങ്ങൾ ഭൂമിയിൽ വീഴും എന്നത് മത നേതാക്കന്മാരുടെ വിശ്വാസത്യാഗത്തെയും വീഴ്ചയെയും കുറിക്കുന്നു. ദാനിയേൽ പ്രവചനത്തിൽ പലരെയും നീതിയിലേക്ക് തിരിക്കുന്ന നക്ഷത്രങ്ങൾ പ്രകാശിക്കും പോലെ എന്ന് വായിക്കുന്നു. ദാനിയേൽ 12:3. വെളിപ്പാട് പുസ്തകത്തിൻ്റെ ആദ്യ ഭാഗത്ത് നക്ഷത്രങ്ങൾ സഭയുടെ ദൂതന്മാർ ആണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വെളിപ്പാട് 1:20. കർത്താവായ ക്രിസ്തു മേഘത്തിൽ വെളിപ്പെടുമ്പോൾ സഭ ഇവിടെ നിന്ന് എടുക്കപ്പെടും. ആ സമയത്ത് രക്ഷിക്കപ്പെടാത്ത സഭയുടെ ദൂതന്മാർ ഇവിടെ കാണും. അവരെയാണ് ആകാശത്തിലെ നക്ഷത്രങ്ങൾ ഭൂമിയിൽ വീഴും എന്ന് പറഞ്ഞിരിക്കുന്നത് എന്നാണ് മറ്റൊരു അഭിപ്രായം. അടുത്തത് അഞ്ചാമതായിട്ട് നമ്മൾ കാണുന്നത് കുഞ്ഞാറ് 6-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ നടന്ന 5-ാമത്തെ സംഭവം. പുസ്തക ചുരുൾ ചുരുട്ടും പോലെ ആകാശം മാറിപ്പോയി എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് നാളെ നമുക്ക് പഠനത്തിന് വിധേയമാക്കാം. താങ്ക് യു സോ മച്ച്.